ഹായ്. ഇന്ന് സ്മാർട്ടായിട്ടാ വരണേ. അതെ അതെ അതെ. ഇതാണ് എന്റെ ഉജ്ജ്വലൻ. ഇന്ന് നല്ല ഉജ്ജ്വലത്തോടുകൂടിയാണ് വരുന്നത്. സുഖമല്ലേ? എല്ലാവർക്കും സുഖം. അവിടെയോ? അവിടെയും സുഖം. മുടി വെട്ടിയല്ലേ? മുടി വെട്ടി. അത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ചന്ദനപ്പൊട്ട്. അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും ഇഷ്ടാ ചന്ദനപ്പൊട്ട്. അല്ലെങ്കിലും ചുന്ദരനല്ലേ? അതെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചുന്ദരനാണെന്ന്? ഇതാണോ പൊന്നമ്പളി പൊട്ട്? പൊട്ടെന്ന് വെച്ചാ മറ്റേ പെണ്ണുങ്ങളിടുന്ന അങ്ങനത്തെ പൊട്ടാന്നല്ലോ. അപ്പൊ പാടുന്ന പാട്ടേതാ? പൊന്നമ്പളി പൊട്ടും. അതാ ഞാൻ ചോദിച്ചത്. ഓ അത് പാവം അതങ്ങള്. ഈ പാട്ട് വളരെ സ്നേഹത്തോടെ പാടാൻ പറ്റട്ടെ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല സന്തോഷമായിട്ട് പാടും. യെസ്. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോൾ. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോൾ. മനസ്സകവേ കുതിരുമൃതമഴയാൽ പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോൾ. പൂവ് പോലെ കൊമ്പും കണ്ണിൽ നാണമായി മന്ദം മന്ദം എന്നെ നോക്കി മൗനം പൂണ്ടവൾ. ചുണ്ടിൽ ചെണ്ടുമല്ലി തോൽക്കും പൂന്തേ ചിന്തവേ കണ്ണിൽ കൽനകത്താൻ സ്വപ്ന ചിത്രം തീർത്തവൾ. അവളിൻ നെഞ്ചിൽ ഉണരും പ്രേമ കല തൻ ദേവിയാ ഹൃദയം പൂത്തു വിരിയും ദീപനിര തൻ പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർ മഞ്ഞുമാലയിട്ട് നിലവ് പോൽ മെല്ലെയെന്നവൾ മുന്നിൽ വന്നപ്പോ. തന്റെ കൈ കുറുമ്പാൽ ജാലം കാട്ടവേ പാവം നിന്ന പെണ്ണിൻ ലോലഭാവം മാറിയോ. കണ്ണിൽ കണ്ട സ്വപ്നമെല്ലാം കനലായി വിങ്ങിയോ. കലിയായി തുള്ളിയുറയും രുതിരമുതിരും കാളിയായി അലറും പൊള്ളും ഇടിവാൾ പോലെ പുളയും കോപമായി. പിന്നെ മുന്നിൽ തീ
ഓക്കെ. ആ. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഉണ്ണിച്ചേട്ടന്റെ വേറൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഇതിലൊരു കോഡ്, ഒരു മൈനർ കോഡ് കേട്ടപ്പോഴാണ് എനിക്ക് ആ ഫീൽ വന്നത്. തൊഴുതു മടങ്ങും സന്ധ്യയുമേതോ. ആഹാ, വാട്ട് എ സോങ്. അതെ അതെ. ആൻഡ് ദിസ് മാൻ, അദ്ദേഹത്തിന്റെ ശബ്ദം ആ പാട്ടിൽ ഇങ്ങനെ തേൻ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് എനിക്ക് തോന്നുന്ന ഒരു 10,000 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ചേട്ടാ, ഈ 1001ാമത്തെ പ്രാവശ്യം ചേട്ടൻ ഒന്ന് പാടിത്തരാമോ? ഇത് ശരിക്കും ദാസേട്ടന്റെ ട്രാക്ക് പാടിയ പാട്ടല്ലേ? ആ ട്രാക്ക് എടുത്താണ്. ആ, എന്നിട്ട് അങ്ങനെ ഒരു കഥയുണ്ടോ? ഉണ്ണിച്ചേട്ടന്റെ ശബ്ദം തന്നെ വെച്ചാൽ മതി ദാസേട്ടൻ പറഞ്ഞു. അല്ല, അത് ശരിക്കും ഉണ്ടായത് ഈ പാട്ട് ട്രാക്ക് പാടി ലൈവായിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് ശ്യാം സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഒന്ന് IV ശശിയോട്, അത് ദാസേട്ടന് വേണ്ടി ഫിക്സ് ചെയ്താണ്. ആ സമയത്താണ് ശ്യാം സാർ എന്നോട് പറയുന്നത്, മോനെ ഇത് പോയിട്ട് IV ശശിയോടൊന്ന് പറയണം, ഈ പാട്ട് മോൻ്റെ ക്രെഡിറ്റിൽ തന്നെ തരണം എന്ന് പറയാം. അപ്പോൾ എനിക്കത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്യാം സാർ അത് വേണ്ട, നാച്ചുറലായിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ശശിയേട്ടൻ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ശ്യാം സാർ എന്നെ വളരെ നിർബന്ധിച്ചു, ഇല്ല പറ്റില്ല, ശശിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പറയണം. അങ്ങനെ ശശിയേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോന്നു. അപ്പോൾ ശശിയേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സീമ ചേച്ചി പറഞ്ഞു, മറ്റേ ശ്രീനിയേട്ടൻ പറഞ്ഞ പേര് ഭരണിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കാണാൻ പറ്റിയില്ല. അന്ന് ഫോണിനൊക്കെ മറ്റേ ലാൻഡ് ലൈൻ മാത്രമല്ലല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ വേറൊരു ദിവസം പോന്നു. അങ്ങനെ ശശിയേട്ടനെ കണ്ടിട്ട് ഇങ്ങനെ കാര്യം പറയുന്നു. ശ്യാം സാർ പറഞ്ഞിട്ടാണ് വന്നത്, ഈ പാട്ടിങ്ങനെ ശശിയേട്ടനെ പാടിയത് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ശശിയേട്ടൻ പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ, ഞാൻ യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റുമോയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അതിനെപ്പറ്റി മറന്നു അത്. പക്ഷേ സിനിമ വന്ന സമയത്ത് അത് എൻ്റെ പേരിൽ തന്നെ ദാസേട്ടൻ പറഞ്ഞല്ലോ. ദാസേട്ടനും കേട്ടിട്ട് അത് ഉണ്ണി പാടിയത് നന്നായിട്ട്, അത് വെച്ചാൽ മതി. അതാണ് അതിൻ്റെ പിന്നിലുള്ള ചെറിയ കഥ. കോവിലിൻ സോപാനത്തിൽ പതിഞ്ഞൊരീണം കേൾക്കുന്നു. പഴയ കോവിലിൻ സോപാനത്തിൽ പതിഞ്ഞൊരീണം കേൾക്കുന്നു. അതിലൊരു കല്ലോലിനിയൊഴുകുന്നു, കടമ്പു പൂക്കുന്നു, ആനന്ദമായി കാത്തു നിൽക്കുമേതോ മിഴികൾ തുളുമ്പുന്നു. തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു. ഈറൻമുടിയിൽ നിന്നിറ്റിറ്റു വീഴും നീർമണി തീർത്ഥമായി, കറുകപ്പൂവിനു തീർത്ഥമായി. തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു. ഉജ്വൽ കുട്ടാ, എന്തോ നെക്സ്റ്റ് ടൈം എല്ലാം അലേർട്ടായിട്ട് പറഞ്ഞു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടണം, എല്ലാ ലിറിക്സും ഓർമ്മിക്കണം, ഗ്ലൂം വരരുത്, ഇതൊക്കെ ശ്രദ്ധിക്കണം ഇനി കേട്ടോ. അപ്പൊ ഇന്നത്തെ മാർക്ക് എന്ന് പറയുന്നത് മോന് 96 ഔട്ട് ഓഫ് 100. ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാനാ നമ്മളോട് പറഞ്ഞത്? മറക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം ദിവസം നമുക്ക് ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, ടാറ്റാ.